ബീഹാർ ഇലക്ഷനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഡയറക്റ്റ്ലി പി എസ് സി ചോദിക്കാറില്ല. പക്ഷേ പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങൾ പോയിട്ടുള്ള വഴികൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ള ചില ഇലക്ഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും ചില പ്രത്യേക സാഹചര്യങ്ങൾ, പ്രത്യേക തരത്തിലുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേൾക്കുന്ന ആളുടെ പേരും അതുമായി ബന്ധപ്പെടുത്തിയ പി എസ് സി ഫാക്സിലേക്ക് പോകാം. നമുക്ക് ബീഹാറിലെ ഏറ്റവും കൂടുതൽ കാലം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഇന്ത്യയെ തന്നെ പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അപ്പൊ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമെങ്കിലും ഇത്തവണ എല്ലാ പരീക്ഷയിലും ഉണ്ടായിരിക്കും. മക്കളെ, ആരും പറയാത്ത പി എസ് സി ഫാക്ടുകൾ എക്സ്ക്ലൂസീവ് ആയിട്ട് സഹകാരി എക്സ്പ്രസിന്റെ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണ്. എന്തായാലും മിസ്സേ, നമ്മുടെ ഈ വരുന്ന ഡിഗ്രി പ്രിലിംസിനും അല്ലെ, അതുപോലെ നമ്മളെ 10th ലെവൽ പരീക്ഷകൾക്കും ഒക്കെ ഓരോ വീഡിയോയിൽ നിന്നും ഒരു 5 മിനിറ്റുള്ള ഓരോ വീഡിയോയിൽ നിന്ന് ഒരു മാർക്ക് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇന്ന് വേറെ ഒന്നുമല്ല വിഷയം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബീഹാർ ഇലക്ഷനാണ് വിഷയം. ബീഹാർ ഇലക്ഷനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഡയറക്റ്റ്ലി പി എസ് സി ചോദിക്കാറില്ല. പക്ഷേ പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങൾ പോയിട്ടുള്ള വഴികൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ള ചില ഇലക്ഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും ചില പ്രത്യേക സാഹചര്യങ്ങൾ, പ്രത്യേക തരത്തിലുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം ഇന്ന് നമ്മൾ റിവീൽ ചെയ്യാണ്. മിസ്സേ, എന്തൊക്കെയാണ് നമ്മുടെ ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? അപ്പൊ ബീഹാർ ഇലക്ഷൻ എല്ലാവരും കണ്ടു കാണും അല്ലെ? എല്ലാവരും പത്രത്തിലും വാർത്തയിലൂടെ അറിഞ്ഞു കാണും. ആകെ മൊത്തം 243 സീറ്റുകളിലേക്കാണ് ബീഹാറിൽ ഇലക്ഷൻ നടന്നത്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. 243 243 സീറ്റുകളിലേക്ക്. അതില് 202 സീറ്റുകളും NDA സഖ്യം സ്വന്തമായിക്കൊണ്ട് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം നമ്മുടെ വിഷയമല്ല, നമ്മുടെ വിഷയം കേരള പി എസ് സി ആണ്. നമ്മൾ രാഷ്ട്രീയത്തിലൂടെ നമ്മൾ പി എസ് സിയിലേക്ക് വരികയാണ്. അപ്പൊ നമുക്ക് RJDയുടെ ഒരു നില എങ്ങനെയായി എന്നുള്ളതാണ്. അവര് 1/3 സീറ്റ് അവർക്ക് അവിടെ കുറയാണ്. പിന്നെ നമുക്ക് പറയേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. 6 സീറ്റുകളാണ് നമുക്ക് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേൾക്കുന്ന ആളുടെ പേരും അതുമായി ബന്ധപ്പെടുത്തിയ പി എസ് സി ഫാക്സിലേക്ക് പോകാം. നമ്മുടെ പോയിന്റ്, നമ്മുടെ ഏരിയ അതാണ്. അപ്പൊ നമ്മുടെ നിതീഷ് കുമാർ യാദവ് ആണ് മുഖ്യമന്ത്രി ആകാനുള്ള ചാൻസ്. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ബീഹാറിന്റെ മുഖ്യമന്ത്രിയാണ് നിലവില്. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നുണ്ട്. സുഖമില്ല, എന്നാലും പേര് വരുന്നുണ്ട്. ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെട്ട് വരികയാണെങ്കിൽ നിതീഷ് കുമാർ എത്രാം തവണയാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി ആകുന്നത്? 10. 2 കൈവിരലും 2 കൈയും നമ്മൾ പൊക്കി കാണിക്കുന്നത് അല്ലേ? 10ാം തവണ. നിതീഷ് കുമാർ ബീഹാറിന്റെ 10ാമത്തെ തവണയാണ് ഇപ്പൊ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ആകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കേണ്ട കാര്യമാണ്. ബീഹാർ നിതീഷ് കുമാർ 10ാം തവണ. അവിടെയാണ് നമ്മൾ ഇങ്ങനെ ഫാക്ടിലേക്ക് എത്തുകയാണ്. കൂടുതൽ കാലം ബീഹാറിൽ കൂടുതൽ കാലം മുഖ്യമന്ത്രി ആവുകയാണ് നിതീഷ് കുമാർ. അപ്പൊ നമുക്ക് ബാക്കി കൂടുതൽ കാലം വെച്ചിട്ട് ബാക്കി കൂടുതൽ കാലം വന്നപ്പോഴത്തേക്കും അതിന്റെ ചോട് പിടിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ഊടുവഴികളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടല്ലേ? ഓക്കെ, ബാക്കിയുള്ള കൂടുതൽ കാലങ്ങൾ എന്ന് പറഞ്ഞു. നമുക്ക് ബീഹാറിലെ ഏറ്റവും കൂടുതൽ കാലം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഇന്ത്യയെ തന്നെ പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് പവൻ കുമാർ ചാംലിംഗ്. നമ്മൾ പവൻ എന്ന് പറയുമ്പോൾ സ്വർണ്ണമല്ലേ? സ്വർണ്ണമാണ്, വില കൂടുതലാണ്. അപ്പൊ പവൻ കുമാർ ചാംലിംഗ് ആണ്. ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെടുത്തി ഊടുവഴികളിലൂടെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ എഴുതുന്ന സാർ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ശ്രദ്ധിച്ചോ മക്കളെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ അല്ലെ ഏറ്റവും ടൈം അല്ലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിട്ടിരുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ പവൻ കുമാർ. തുടർച്ചയായിട്ട് ചോദിച്ചാലും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ തവണ കാലം മുഖ്യമന്ത്രിയായിട്ടിരുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ പവൻ കുമാർ ചാംലിംഗ്. ഏകദേശം 24 വർഷം, 1994 തൊട്ട് 2019 വരെ. ഏത് സംസ്ഥാനത്ത് തന്നെയാണ്? സിക്കിമിന്റെ. ഒന്ന് ആലോചിച്ചൊക്കെ, ചിലപ്പോ പലരും 94 ജനിച്ചവരായിരിക്കും, അല്ലെങ്കിൽ അല്ലെ ആ ഒരു ടൈമിൽ മുതൽക്ക് അവരുടെ 2019 എന്ന് പറയുമ്പോ. അപ്പൊ സിക്കിമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? സിക്കിമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബീഹാറിന്റെ ഇപ്പൊ നിലവിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കാലം ബീഹാറിൽ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന പദം ആർക്കായിരിക്കും? നിതീഷ് കുമാറിനായിരിക്കും. അതിനോടൊപ്പം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന വ്യക്തി ആരാണ്? പവൻ കുമാർ ചാംലിംഗ്. അത് എടുത്തതിനെ പഠിക്കുക. ഏറ്റവും കൂടുതൽ കാലം എന്ന് ചോദിച്ചാലും തുടർച്ചയായിട്ടെന്ന് ചോദിച്ചാലും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഏത് സംസ്ഥാനത്തിനാണെന്ന് ചോദിച്ചാലും സിക്കിമിന്റെയാണ്. സിക്കിം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് ഇദ്ദേഹം ഇരുന്നത്. അപ്പൊ ഇപ്പൊ നിലവിലെ സിക്കിമിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ മറന്നുപോകണ്ട, നിലവില് പ്രേം സിംഗ് താങ്മയാണ്. അപ്പൊ മൊത്തം നമ്മൾ 3 പേരുകൾ പഠിച്ചു. അതുപോലെ 3 സവിശേഷതകൾ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെടുത്തി പഠിച്ചു. അപ്പൊ നമുക്ക് കേരളത്തിലേക്ക് വരാം അല്ലെ? കേരളത്തിന്റെ വരണം. അതെ, കേരളത്തിലേക്ക് വരാം. കേരളത്തില് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിട്ടിരുന്നത് ആരാണ്? നമ്മുടെ ഇ കെ നയനാർ ആണ്. ഇ കെ നയനാർ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം
കേരളത്തില് മുഖ്യമന്ത്രിയായിട്ടിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹം ഏകദേശം ഒരു 10 വർഷവും 365 ദിവസവുമാണ് കേരള മുഖ്യമന്ത്രിയായിരുന്നത്. അതെ. അതിനി മാറാം അല്ലേ? നമ്മുടെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇലക്ഷനാണ്, മാറാതിരിക്കാം. കാര്യം നമുക്കിപ്പോ നിലവില് പിണറായി വിജയൻ സാറ് 5 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഒരു തവണ കൂടെ കേരളത്തിലെ ഭരണം ഇടതുപക്ഷത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലവും കൂടെ തികയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, മുഖ്യമന്ത്രിയും പിണറായി വിജയൻ തന്നെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു റെക്കോർഡ് തകർക്കാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി ഒരു റെക്കോർഡ് പിണറായി വിജയൻ തകർത്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ സി അച്യുതമേനോന്റെ, അതായത് ഏറ്റവും കൂടുതൽ കാലം കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി മതം അലങ്കരിച്ച വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോ അച്യുതമേനോനായിരുന്നു. അതിപ്പോ നമ്മുടെ പിണറായി വിജയൻ. അച്യുതമേനോൻ അത് കിട്ടുന്നതന്നെ നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്താണ്. ഇലക്ഷൻ നടക്കാതെ വരികയും അല്ലെങ്കിൽ അങ്ങനെ കിട്ടത്തില്ലായിരുന്നു. ഭരണ തുടർച്ച ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നതും. ഇത്തരത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായി ഇരുന്ന വ്യക്തി കേരളത്തിൽ ആരാണ്? നമ്മുടെ പിണറായി വിജയൻ സഖാവാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ടല്ല, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിട്ടിരുന്നത് ഇ.കെ. നയനാരാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയിരുന്ന ആരാണ്? തവണ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് കരുണ കൊടുക്കണം. ഏറ്റവും ടൈംസ്, ഹൗ മെനി ടൈംസ്, എത്ര സമയം? 4 തവണ കേരള മുഖ്യമന്ത്രി വന്ന വ്യക്തിയാണ് കെ കരുണാകരൻ. ഇ.കെ. നയനാർ 3 തവണ കേരള മുഖ്യമന്ത്രി ആയിരുന്നു. അപ്പൊ പക്ഷെ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിണറായി വിജയൻ എന്ന് വെച്ചാൽ 2 തവണകളായിട്ടാണ് 10 വർഷം പൂർത്തിയാക്കിയത്. അപ്പൊ ഒന്നാമത് നമുക്ക് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നുകളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി പ്രധാനപ്പെട്ട ഒരു രണ്ടാമത്തെ കൊണ്ട് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കി. അപ്പോ രണ്ടാമത് അല്ലെ, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്ന രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ജ്യോതി ബസു ആണ്, വെസ്റ്റ് ബംഗാളിലെ ജ്യോതി. അദ്ദേഹം ഏകദേശം 23 വർഷം. മറ്റേ പവൻകുമാർ ചാവ്ല 24 ആണെങ്കിൽ 23 വർഷം മുഖ്യമന്ത്രി, വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് ജ്യോതി ബസുവാണ് ആ ഒരു പദത്തിന് അർഹനായിരിക്കുന്നത്. അപ്പൊ എത്ര ചോദ്യങ്ങളാണ് മിസ് നമ്മൾ മൊത്തം നോക്കിയിരിക്കുന്നത്? ഒരു 5-6 പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഇരിക്കട്ടെ. വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? നമ്മുടെ മമതാ ബാനർജി അല്ലെ? മമതാ ബാനർജിയാണ്. അപ്പൊ കൂടാതെ നമുക്ക് വേറൊരു പോയിന്റ് കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഈ ബീഹാറിന്റെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ബീഹാറിലെ ജനങ്ങൾ ഇപ്പോ സന്തോഷം കൊണ്ട് മഖാന പായസം ഉണ്ടാക്കി കുടിക്കുകയാണെന്ന്. അപ്പൊ നമ്മുടെ 2025 ബജറ്റുമായി ബന്ധപ്പെടുത്തി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെടുത്തി 2025 ബജറ്റിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ബീഹാറിലാണ് മഖാന ബോർഡ് നിലവിൽ വന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ബജറ്റ് വകയിരുത്തൽ 2025 ബജറ്റിലാണ് വകയിരുത്തിയത്. അതിന്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനം കൂടെ ആയിരുന്നു ഒരുപക്ഷെ വിജയം അല്ലെ മിസ്സേ? ഉറപ്പായിട്ടും നമുക്ക് അത്തരത്തിലുള്ള വിജയത്തിനും കൂടെ ഈ ഒരു ബജറ്റിനൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി കൊടുക്കുക അവർക്ക്. അതായത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് മഖാന ബോർഡ് നിലവിൽ വന്ന സംസ്ഥാനമാണ് ബീഹാർ. അപ്പോ നമുക്ക് ഇലക്ഷൻ ആണ് കംപ്ലീറ്റ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 ജനുവരി 25 2025 ജനുവരി 25 ആകുമ്പോൾ എത്ര വർഷം? 75 വർഷം. അപ്പൊ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമെങ്കിലും ഇത്തവണ എല്ലാ പരീക്ഷയിലും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇലക്ഷൻ വരുന്നുണ്ട്, ബീഹാറിൽ ഇലക്ഷൻ കഴിഞ്ഞു. അതുമല്ല ഇപ്പൊ നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീട്ടിലും ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ആരൊക്കെയുണ്ട് എന്ന് വെച്ചാൽ വോട്ടർ പട്ടിക പരിഷ്കരണം. എന്തായാലും വോട്ടർ പട്ടിക എല്ലാം കുറ്റമറ്റതായ രീതിയിൽ പരിഷ്കരിച്ച് മുന്നോട്ട് വരട്ടെ, ജനാധിപത്യം പുലരട്ടെ. അതിനിടയിൽ നമുക്ക് 1-2 PSC ക്വസ്റ്റ്യൻ അടിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷനായിട്ട് വന്നത്. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ടാഗ്ലൈനിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കണം മക്കളെ. അതിന് മുന്നേ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം കേട്ടോ. നമ്മൾ എല്ലാവരും പഠിച്ചോട്ടെ. നമുക്ക് അറിവ് നമുക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് അത് വർദ്ധിക്കുന്നത്. അതെ, ഉറപ്പായിട്ടും. പിന്നെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇത് സാധനം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒരു സംശയം വേണ്ട. എന്തെങ്കിലുമൊക്കെ അബദ്ധം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതും പറയാൻ വേണം, കമന്റ് ആയിട്ട് പറയാൻ വേണം. പറഞ്ഞത് അബദ്ധമായില്ലേ? ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ആരും പറയാത്ത PSC ഫാക്ട്സ് സഹകാരിയുടെ ഫ്ലോറിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അടുത്ത് വരുന്ന കണ്ടന്റിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.